ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, ഇന്ന് എൻ്റെ പപ്പ ടീച്ചറാണ്. അപ്പം പപ്പയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണിന്ന്. ഞാനിന്ന് ഗ്രാജുവേഷൻ ഇട്ട ഡ്രസ്സും കമ്മലൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മളതിന് പോകാൻ വേണ്ടിയിട്ട് തുറന്നുമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പപ്പയ്ക്ക് ഇന്നൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ്. പപ്പ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സേവിങ്സിൽ നിന്ന് ആ സാധനം മേടിച്ചു. പക്ഷെ അത് ഇന്ന് വന്നില്ല, നാളെ വരത്തുള്ളൂ. സോ അതും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം, കൊടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം നമുക്ക്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ കണ്ടിന്യൂസ്ലി പ്രോഗ്രാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപൂർവമായിരിക്കും. കാരണം TTAയിലായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൂടുതൽ കാലവും. അതുകൊണ്ടാണ്. അപ്പം അവിടെ ഞാൻ ആദ്യത്തെ ബാച്ച് പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രിയങ്കരനായ കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും പ്രിയങ്കരനായ മാറിയ ഒരു വ്യക്തിയാണ് എബി സാർ. കുട്ടികളെ വർക്ക് എക്സ്പീരിയൻസിലും മേളകളിലും പരമാവധി ഐറ്റങ്ങൾ പഠിപ്പിച്ച് സമ്മാനങ്ങൾ നേടുന്നതിൽ എബി സാറിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. ടീച്ചേഴ്സ് സൊസൈറ്റി വളരെ വൈഭവത്തോടെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എബി സാർ. മാത്രവുമല്ല, കോർപ്പറേറ്റിലെ KCSL രൂപതാ ഭാരവാഹിയായി വർഷങ്ങളായി സേവനം ചെയ്ത് UP സ്റ്റാഫ് റൂമിലെ വലിയേട്ടനായി നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട പിന്തുണയെല്ലാം ചെയ്തു തന്നിരുന്നത് ഒരാളാണ് എബി സാർ. UP സ്റ്റാഫ് റൂമിലെ കളിച്ചിരികളും സന്തോഷ സന്താപങ്ങളും എല്ലാം ഈ രണ്ടുപേരുടെ വിടവാങ്ങലിൽ മാറി മറിയുകയാണ് എന്നത് ഞങ്ങൾക്ക് തികച്ചും വേദനാജനകമാണ്. ഞങ്ങളുടെ ആര് എന്ത് കാര്യം ചോദിച്ചാലും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഭംഗിയായി ആത്മാർത്ഥതയോടെ ചെയ്യുവാനായിട്ട് എബി സാറിന് സാധിച്ചിരുന്നു. എബി സാറിൻ്റെ സർവീസിന് ശേഷമുള്ള ജീവിതം ദൈവാനുഗ്രഹപ്രദമായിരിക്കാൻ ഞാൻ ഏറെ പ്രാർത്ഥിക്കുന്നു. ഹലോ, ഐ ആം വെരി ഹാപ്പി ടു join the Ebi Jose and his friends ceremony celebration of റിട്ടയർമെൻറ്റ്. പ്രിയ സ്നേഹിതരെ, എനിക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി നിങ്ങളെ മുൻപിൽ നിൽക്കുവാൻ തക്ക വിധത്തിൽ എൻ്റെ മകനിൽ നിന്നുമുണ്ടായിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനം വയ്ക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഭാവിയിൽ സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു അധ്യാപകൻ്റെ മകൾ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായ ഒരു വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനും ക്ലാസ് കൂടാനും പറ്റിയിട്ടുണ്ട്. എന്നെ വേദ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഇത്രയും കാലം ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കൂളുകളിൽ ട്രാൻസ്ഫറായി പല ക്ലാസ്സുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി പലയിടത്തും ഗസ്റ്റായിട്ടും അഡീഷണൽ ക്ലാസ്സുകൾ നമ്മുടെ ബാക്കിയുള്ള സ്കൂളിൽ നിന്നും ടീച്ചർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. സോ ദാറ്റ് ഷോസ് ഹൗ ഗുഡ് യു ആർ. അതിലുപരി പഠിപ്പിച്ചിട്ടുള്ളവരെ കണ്ടപ്പോഴാണെങ്കിലും ആരും ഒരു മോശം അഭിപ്രായം ഒന്നും വന്നിട്ടില്ല. എല്ലാവരും വളരെ നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലെല്ലാം ഉപരി ഈ റിട്ടയർമെൻറ്റ് എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ഫോർ ബീങ് സച്ച് ഗ്രേറ്റ് ഓഫ് ഇൻ ദാറ്റ്. അപ്പം താങ്ക് യു. ഹാപ്പി റിട്ടയർമെൻറ്റ്.
ലാസ്റ്റ് നമ്മൾ അപ്പനെ കൈക്കിട്ടിരിക്കുകയാണ്. ഭയങ്കര വിഷയമാനാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതോ നിന്റെ കോനാകൃതി കാണാൻ. എന്നാ വെയിറ്റ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? അയ്യോ അല്ല, ഒരു മിനിറ്റ്. ഇതൊക്കെ ഇന്നെന്താ സ്പെഷ്യൽ? എന്താ ഇന്നൊരു സ്പെഷ്യലും ഇല്ല. ഇന്നൊരു സ്പെഷ്യൽ ഇല്ല. ഇന്നലെ നമ്മൾ റിട്ടയർമെന്റ് പരിപാടി. ഇന്നലെ വന്നപ്പോൾ ലേറ്റ് ആയി പോയതുകൊണ്ട് പകൽ സമയത്ത് റിട്ടയർമെന്റിന്റെ സമ്മാനം തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനും എന്റെ ചേട്ടനും സ്ക്രീനിൽ ഫോട്ടോ കാണിക്കാം. ചേട്ടനും കൂടെ കൂടിയിട്ടാണ് സമ്മാനം തരുന്നത്. ഓക്കെ. ഫസ്റ്റ് എന്താ ഇഷ്ടമുള്ള ചോക്ലേറ്റ്? എനിക്ക് എല്ലാ ചോക്ലേറ്റും ഇഷ്ടം. അല്ല, എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടല്ലോ. കാഡ്ബറിയുടെ സിൽക്കി ആയിക്കോട്ടെ. വേറെ ചോക്ലേറ്റ് അച്ചാച്ചോട് കൊണ്ടുവരാനൊക്കെ പറയത്തില്ലേ? ഫെറോറോഷോ. വേറൊരു ചോക്ലേറ്റ് ഗാലക്സി. വളച്ചു ക്വാളിറ്റി അല്ല, ബോണ്ടി. താങ്ക് യു. ഞാൻ റിട്ടയർമെന്റ് ഗിഫ്റ്റ് മധുരം കഴിച്ച് ആസ്വദിക്കാം. ഓക്കെ. തീർന്നില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഗിഫ്റ്റ്. ഹാപ്പി റിട്ടയർമെന്റ്. താങ്ക് യു. പൊട്ടിക്കേ. താങ്ക് യു. അച്ചാച്ചനും കൂടെ കൂടി കേട്ടോ. കാര്യം വിളിച്ചിരിക്കുന്ന കാര്യമാണോ? ആശ മുടക്കുള്ള പരിപാടി. മൈക്കുണ്ട്, പതിയെ പറഞ്ഞാൽ കേൾക്കാം. എന്നതായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഷേവിംഗ് സെറ്റ് ആയിരിക്കും. അതൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് കൊടുത്തു. വേറെ എന്തായിരിക്കും? ഗസ് ചെയ്യേ. ഗസ് ചെയ്യാൻ പറ്റിയല്ല. എന്നാ നോ ഐഡിയ. അപ്പൊ ഇപ്പൊ വേണ്ട എന്നാ? ഇപ്പം വേണ്ട ഒരു ഹെഡ്ഫോൺ ആയിരുന്നു. ഇതെന്നാ? പൊട്ടിക്കേ, എടുത്ത് കാണിക്കേ. ഓ വണ്ടർഫുൾ. എന്നാന്ന് പറ. കാർ പെർഫ്യൂം. പിന്നെ അപ്പൊ പറഞ്ഞ സാധനമുള്ളൂ, അതുകൊണ്ടത് എനിക്ക് അത് ഞാൻ പറഞ്ഞ കൃത്യമായല്ലോ. ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. ഈ ബ്രാൻഡാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ? ഇതെന്റെ വണ്ടിക്കകത്തിരുന്നല്ലേ? ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാ. ആണോ? ഇതെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇത് തന്നെ മേടിച്ചാ കേട്ടോ. പിന്നെ അത് കുറച്ച് ചോക്ലേറ്റും ഉണ്ട്, മധുരം കഴിക്കാൻ. ഓക്കെ. തീർന്നില്ല. ഫ്രിഡ്ജിൽ കൊണ്ടുപോയി. അടുത്ത ഗിഫ്റ്റ്. അത് സാധനങ്ങളൊക്കെ മാറ്റി വെക്കും. എന്നാ സൂപ്പറായിരിക്കുന്നത്. വായിക്കേ. ഹാപ്പി കണ്ണാടി റിട്ടയർമെന്റ്. ഇത് കണ്ടോ, പൂ കിട്ടാത്തതുകൊണ്ട് ഒരു പൂ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഏതായിരിക്കും? ഇത് ചോക്ലേറ്റ്. എന്റെ ചോക്ലേറ്റ്. അതിനെ കുറിച്ച് അപ്പൊ നേരത്തെ ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ, ഫെറോറോഷോ. എന്നാ അല്ലാതെ പൊട്ടിച്ചു നോക്കണം. ബോക്സ് കണ്ടിട്ടൊന്നും തോന്നുന്നു. ടാബാണോ? എന്നാ നോക്ക്. അത് ഭയങ്കര കൃതികടിയായി പോയോ? ഓഡിയോ. കട്ട് ചെയ്തോ മതി. താങ്ക് യു. കട്ട് ചെയ്ത് വീഡിയോ കട്ട് ചെയ്ത്. അപ്പൊ കരയുന്ന പോലെ ആക്ട് ചെയ്യാവോ?
മേടിച്ചതെന്നറിയാം, എൻ്റെ അപ്പന് ഭയങ്കര ആംഗ്രിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആംഗ്രി ബേർഡ് കളിച്ചോട്ട് വിചാരിച്ചിട്ടാണ് മേടിച്ചു കൊടുത്തത്. ഒരു സന്തോഷം, വികാരം നിർഭയനായി. ഹായ് ഗൈസ്, ഞാൻ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതാണ് ഞാൻ ഇടയ്ക്ക് പിന്നെ വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുപോലെ പേരൻസിൻ്റെ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക. ഓക്കെ, സോ സി യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.